നമസ്കാരം. കദംബം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. 2025 മഹാകന്ദഷഷ്ടി വ്രതത്തിന്റെ അവസാന ദിവസം വരുന്നത് 28 ഒക്ടോബറിനാണ്. ഒക്ടോബർ 27 സൂര്യസംഹാരം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുബ്രഹ്മണ്യ സ്വാമി പഞ്ചലിംഗങ്ങളെ വെച്ച് പൂജിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധത്തിൽ ജയിച്ചു വന്ന ജയന്തിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ അവിടെ പൂജാമൂർത്തിയായിട്ടാണ് ദർശിക്കാൻ കഴിയുക. സൂര്യനിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ചത് കാരണം ദേവന്മാരൊക്കെ കൂടി തീരുമാനിച്ചു ഭഗവാന് തിരുക്കല്യാണം നടത്താമെന്ന്. അങ്ങനെ ഇന്ദ്രന്റെ വളർത്തു മകളായ ദേവയാനിയും വള്ളിയെയും വിവാഹം കഴിച്ചു വയ്ക്കുന്ന ചടങ്ങായിട്ടാണ് തിരുക്കല്യാണ മഹോത്സവം നടക്കുന്നത്. തിരുക്കല്യാണ മഹോത്സവം ഓരോ അമ്പലങ്ങളിലും സമയം വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ എപ്പോഴാണോ തിരുക്കല്യാണം നടത്തുന്നത് അപ്പോൾ ചെന്ന് കണ്ടു തൊഴുത് ഉപവാസം പൂർത്തീകരിക്കാവുന്നതാണ്. അമ്പലത്തിൽ ചെല്ലാൻ പറ്റാത്തവർക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഉപവാസം പൂർത്തീകരിക്കാവുന്നതാണ്. പിന്നെ ചിലർ തിരുക്കല്യാണത്തിന് നൈവേദ്യമായിട്ട് പൊങ്കലും തൈര് സാധവുമാണ് വെച്ച് പൂജിക്കാറുള്ളത്. മറ്റു ചിലർ സദ്യ ഉണ്ടാക്കി പൂജിക്കും. കാരണം ഭഗവാന്റെ തിരുക്കല്യാണം അല്ലേ. കലശം വെച്ച് തൊഴുതവരാണെങ്കിൽ കലശം മാറ്റേണ്ടത് ബുധനാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ച നല്ല ദിവസമായതുകൊണ്ടും മുരുകൻ്റെ ദിവസമായതുകൊണ്ടും അന്ന് കലശം പിരിക്കരുത്. ബുധനാഴ്ച കാലത്ത് അത് എടുത്ത് മാറ്റി കലശത്തിലുള്ള വെള്ളം വീട് മുഴുവൻ തെളിക്കുക. അതിനകത്ത് ഇട്ട് വെച്ച കോയിൻ, ₹1 കോയിൻ ഉണ്ടല്ലോ, അതെടുത്ത് നിങ്ങളുടെ പൈസയുടെ പെട്ടിയിൽ ഇട്ട് വെക്കുക. അതിൽ ഇട്ട് വെച്ച നാരങ്ങ ചിലപ്പോൾ അളിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിന് മുകളിൽ വെച്ച തേങ്ങ പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ അത് പൊങ്കൽ വയ്ക്കാൻ ഉപയോഗിച്ചോളൂ. അല്ല അത് കേട് വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റിവിറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ കളയില്ല, അതിനൊപ്പം തന്നെ കളയുക. നൈവേദ്യമായിട്ട് പൊങ്കലും തൈര് സാധവും വയ്ക്കാറുണ്ട്. ചിലർ സദ്യ ഉണ്ടാക്കാറുണ്ട്. കാരണം ഭഗവാന്റെ തിരുക്കല്യാണമല്ലേ. തിരുച്ചെന്തൂരിൽ പ്രധാന പ്രസാദമായിട്ട് തിരുക്കല്യാണ ദിവസം ഉണ്ടാക്കുന്നത് തിരുപ്പാകം എന്ന സ്വീറ്റാണ്. ഇവയിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ വെച്ച് നിവേദിക്കാവുന്നതാണ്. തിരുക്കല്യാണ ദിവസം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അവ തീർച്ചയായും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രാർത്ഥിച്ചോളൂ. ഏവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.